വലിയ ഒരു ആത്മീക ശുശ്രൂഷ പോലെയാണ് ഈ ആതുര ശുശ്രൂഷ ഞങ്ങൾ കാണുന്നത്. കാരണം ഇത് ഇവർക്ക് കൂടുതൽ ശാരീരികമായിട്ടുള്ള ഒരു രോഗത്തിനെ മാറ്റുക എന്നതിന് ഉപരി ചിലവരൊക്കെ നല്ല മരണത്തിനു വേണ്ടിയിട്ട് ഇവരെ ഞങ്ങൾ ഒരുക്കുകയാണ്. കാരണം രോഗികൾ മരിക്കാൻ പോകുന്ന ആ സിറ്റുവേഷനിലാണ് ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നല്ല ഒരു മരണത്തിനു വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റേഴ്സ് ഈ രോഗികളെ ഒരുക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കുന്ന ഒരു രംഗമാണ്. ഒട്ടേറെ സഹോദരങ്ങൾ ഇതിനു വേണ്ടിയിട്ട്, ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയും സാമ്പത്തിക സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അതുവഴി ഞങ്ങൾക്ക് മെഡിസിൻ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ആ വീടുകളിൽ ചിലവർക്ക് കിടക്കാനുള്ള ബെഡ്, തുണികൾ, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ അവർക്ക് ഞങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ സഹോദരങ്ങൾ നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ശുശ്രൂഷയെ നിങ്ങളോട് പങ്കുവയ്ക്കുകയും നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രാർത്ഥനയും മറ്റെല്ലാ സഹായവും ചോദിക്കുന്നതിലും വളരെ വളരെ സന്തോഷപ്പെടുന്നു. തീർച്ചയായിട്ടും നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് നൽകുന്ന ഓരോ നിമിഷങ്ങളും അല്ലെങ്കിൽ ഓരോ ഓപ്പർച്യൂണിറ്റിയെയും നമുക്ക് മറ്റുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ആരുമില്ലാതെ അവസ്ഥയിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. ഞാൻ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി, നമുക്ക് കല്ലുവിള അല്ലെങ്കിൽ ഒരു യൂണിറ്റ് നമ്മൾ തുടങ്ങുന്നത് ഇവിടെയാണ്. സൊസൈറ്റി ഇരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ പേര് കല്ലുവിള എന്നറിയപ്പെടുക. നമ്മൾ ആദ്യത്തെ യൂണിറ്റ് ഇവിടെയാണ് ആരംഭിക്കുന്നത് 2017 ഒക്ടോബർ 30. അതിനുശേഷമാണ് 2020-21 ആയപ്പോഴേക്കും നമ്മൾ അടുത്തൊരു യൂണിറ്റ് നമ്മൾ വൈലിങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങി. നമ്മളത് കൂടുതലും പ്രതീക്ഷിച്ചിരുന്നത് കിടപ്പ് രോഗികളെ അവിടേക്ക് കൊണ്ടുവന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചിന്തയിലൊക്കെ ആയിരുന്നു. പക്ഷേ പല സാഹചര്യങ്ങളാലും അതിലേക്ക് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കിയത് വീടുകളിലേക്ക് കടന്നു ചെല്ലാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ പ്രവർത്തനഫലമായിട്ട് വൈലിങ്കരയിലും ഇപ്പോൾ പാലിയേറ്റീവ് കെയർ ഹോം ബേസ്ഡ് ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം തെങ്കാശി ജില്ലയിൽ നമുക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. അവിടെ ഇപ്പോഴത്തെ അച്ഛന്മാരും ഇതിനു മുമ്പത്തെ അച്ഛന്മാരും ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. തെങ്കാശിയിലും അതോടൊപ്പം തിരുനെൽവേലി ജില്ലയിലും ഒരു യൂണിറ്റ് ഉണ്ട്. അങ്ങനെ ഈ 2 യൂണിറ്റുകളും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആംബുലൻസിൻ്റെ നമുക്ക് ചെറിയൊരു വാഹനങ്ങൾ അവിടെ ഉള്ളത്. നമ്മൾ സാധാരണ മാരുതി ഈക്കോടെ ഒരു വണ്ടിയാണ് ഉള്ളത്. ഇതിലേക്കൊക്കെ നമ്മൾ ഡ്രൈവർമാരൊന്നുമില്ല. അവിടെ അച്ഛന്മാർ തന്നെയാണ് ആ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇതുപോലെ തന്നെ വില്ലേജുകളിലേക്ക് കടന്നു ചെല്ലുക. കൂടെ സിസ്റ്റേഴ്സും ഉണ്ടാവും, ആരെങ്കിലും ഒരു നഴ്സ് വെച്ച് കാണുമായിരിക്കാം. ഇവരാണ് ആ ശുശ്രൂഷ മേലെ കടന്നു ചെല്ലുന്ന അവരിലൂടെ എന്നാ പറയണ്ടേ ഈശോയുടെ മുഖത്തെ ഞങ്ങൾ കാണിച്ചു കൊടുക്കുക. നമുക്കറിയാം വചനത്തിൽ കാണുന്ന ഒരു ഈശോയുടെ മുഖമുണ്ട്, കാരുണ്യത്തിൻ്റെ ഒരു മുഖം. ഇത് നമ്മൾ ജൂബിലി ഇയറും കൂടിയാണ്. ഈശോയുടെ തിരുപ്പിറവിയുടെ 2025 ആണ്ടിൻ്റെ ഒരു ജൂബിലിയായിട്ട് നമ്മൾ ആഘോഷിക്കുക. നമ്മൾ മനസ്സിൽ ചിന്തിക്കുക, ആ കാരുണ്യത്തിൻ്റെ മുഖം കൂടുതൽ കൂടുതൽ വെളിവായിട്ട് എല്ലാവരിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. സഭ ക്രൂശിക്കപ്പെടുമ്പോഴും സഭ പലപ്പോഴും ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും സഭ ഒത്തിരി കല്ലേറുകൾ ഏൽക്കപ്പെടുമ്പോഴും അതിൻ്റെ ഒരു മറുഭാഗത്തായിട്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ തക്കളയിൽ മാത്രമല്ല ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആതുര സേവന രംഗത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക്, അനാഥരിലേക്കൊക്കെ സഭ കടന്നു ചെല്ലുന്നുള്ളതാണ്.
നമസ്കാരം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? രാജ്. രാജ്. ഇവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മോനുണ്ട്, ഭാര്യയുണ്ട്, ഞാൻ. ഓക്കെ. ഭാര്യ ജോലി വല്ലതും ഉണ്ടോ? 100 ദിവസത്തെ ജോലി. 100 നാൾ വരയ്ക്ക്. ഓക്കെ. മോന് പഠിക്കാം. എന്നാ പഠിക്കുന്നു? ബി. ഏത് കോളേജിലാണ്? സെന്റ് സേവിയേഴ്സ് കോളേജിലോ? ഓക്കെ. ഒരു മോനാ ഉള്ളത്? ഓക്കെ. ചേട്ടൻ എന്നാ പറ്റിയത്? എന്നാ സംഭവിച്ചത്? എനിക്ക് കൂലിപ്പണിയായിരുന്നു. പെട്ടെന്ന് ഇത് നടക്കാൻ മേലാതായി പോയി. എത്ര വർഷമായി ഇത്? 2002. 2002 പെട്ടെന്ന് ഒരു ദിവസം അങ്ങ്? ഒരു ദിവസമല്ല, ഒരാഴ്ചക്ക്. ഈ കാല് സ്ഥലം ഈ വേദനയായിരുന്നു. മരുന്നൊക്കെ ഉടനെ ആശുപത്രി പോയി മരുന്നെടുത്ത് യൂറിൻ മൂത്രം പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഒരാഴ്ചത്തെ മരുന്നെടുത്ത് ആശുപത്രി സ്കാൻ എടുക്കുക എല്ലാം എടുത്ത് അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ നടക്കാൻ മേലതായി. അവരെന്താ ഈ പെട്ടെന്ന് വരാനായിട്ടുള്ള വല്ല കാരണവും വല്ലതും പറഞ്ഞു? എന്താ അത് ഡോക്ടർ പറഞ്ഞ തന്നെ പാരാബലിറ്റി എന്ന് പറഞ്ഞു. പക്ഷെ അതില് ഓപ്പറേഷനൊക്കെ ചെയ്ത് അതില് ഒരു മാറ്റവും ഇല്ല. അല്ലാതെ ഞാൻ അവിടെ നിന്ന് ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി. അവിടെ ഒരു പള്ളിയുണ്ട്. എവിടെ വെച്ച് സംഭവിക്കുന്നത്? ഇവിടെ തന്നെ. എവിടെ വെച്ച? അവിടെ പള്ളിയിലായിരുന്നു. അപ്പൊ അവിടെ രാജാവ് അവിടെ വെച്ച് നടക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സുഖമില്ലാതായി കഴിഞ്ഞ് നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ വീട്ടിൽ വന്നു. പിന്നെ നടക്കാൻ മേലാതെ പിന്നെ അതുപോലെ ഇരിക്കാം. ഇപ്പം വല്ല മെഡിസിനോ വല്ല എടുക്കുന്നുണ്ടോ? ഉണ്ട്, മെഡിസിൻ ഉണ്ട്. ഈ യൂറിൻ പോകത്തില്ല, അത് കാരണം കട്ടിട്ടിട്ടേക്കുക. അതിന്റെ മെഡിസിൻ എടുക്കുന്നുണ്ട്. പിന്നെ അല്ല ഇപ്പോഴും ഒരാഴ്ച 13 ദിവസം ആശുപത്രി ചെന്നിട്ട് കഴിഞ്ഞ ആഴ്ച വന്നാൽ ഇന്ന് പോകേണ്ടതാ, പോകാൻ പറ്റില്ല. ഇനി വരുന്ന ബുധനാഴ്ച പോകണം. ആണോ? അപ്പൊ ഈ വീട്ടിലെ ചെലവും ഈ അത് കഷ്ടപ്പാടിൽ തന്നെയാ പോകുന്നത്. ജീവിതം തന്നെ ഒരു കഷ്ടപ്പാടല്ലേ, അതുപോലെ പോവുക. ഉള്ളത് കൊണ്ട് നല്ലതായിട്ട് പോകുന്നു. അത്ര. സിസ്റ്ററൊക്കെ വരുന്ന സന്തോഷമാണോ? പിന്നെ അവര് വന്നത് എന്താ ചെയ്യുന്നത്? വരും, കത്തിയിട്ട് കൊണ്ടുവരും, പ്രയർ ചെയ്യും, ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കും. നമുക്ക് സന്തോഷമാണ് അവര് വരുന്നതൊക്കെ. ഒരാളുണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷമല്ലേ. കർത്താവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കരുണയായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നല്ല തമ്പുരാനെ, ഈ നിമിഷം ഈ ഭവനത്തോടൊപ്പമായിരിക്കാൻ നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകമായി ഈ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സകല വിധത്തിലുള്ള വേദനകളാൽ, ദുഃഖങ്ങളാൽ, രോഗങ്ങളാൽ വലയുന്ന ഈ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, നിന്റെ വലതുകര നീട്ടി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ ഈ മക്കളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും നീക്കും. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞ ഈശോനാഥൻ്റെ വാക്കുകളാണ് ഈ നേഴ്സിംഗ് പഠനം തിരഞ്ഞെടുക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ചത്. അതുപോലെ തന്നെ എൻ്റെ ഈ പാലിയേറ്റീവ് കെയർ ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് വചനങ്ങളിലൂടെ രോഗികൾക്ക് സൗഖ്യം നൽകുക എന്നുള്ളതായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്ത സഹോദരനെ സഹായിക്കാൻ എന്നെ സഹായിച്ച വചനമാണ് ഏശയ്യ 45:2-3. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും. ഈ വചനം 1000 പ്രാവശ്യം എഴുതിയതിലൂടെയാണ് ആ സഹോദരൻ്റെ ജീവിതത്തിൽ ഉടനെ തന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധ്യമാക്കിയത്. അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്ന മക്കളിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്നുള്ള ആ വചനം അവർക്ക് പകർന്നു കൊടുത്തപ്പോൾ, അത് അവർ എഴുതിയപ്പോൾ, 1000 തടവെ വിശ്വാസത്തോടെ എഴുതിയപ്പോൾ അവർക്ക് മക്കളെ നൽകി കർത്താവ് അനുഗ്രഹിച്ച അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ വളരെയധികം രോഗത്താൽ വിഷമിച്ചിരുന്ന ഒരു മകനെ കർത്താവിൻ്റെ വചനം സങ്കീർത്തനം 107:20 അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു എന്നുള്ള ആ വചനം
ഒരു മകനെ കൊണ്ട് 1000 പ്രാവശ്യം എഴുതിച്ചപ്പോൾ ആ മകന് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകിയ സംഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പിലിപ്പിനാൾ പാട്ടി. ഒരു 5 വർഷമായിട്ട് ഇങ്ങനെ കിടപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ശുശ്രൂഷകൾ മുഴുവൻ അപ്പച്ചനാണ് ചെയ്യുന്നത്. എല്ലാം ചെയ്തു കൊടുക്കും. 4 മക്കളാണ്. ഈ മക്കൾ ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ബാക്കി 4 പേരും ഈ അടുത്തൊക്കെ തന്നെയാണ് താമസിക്കുന്നത്. മോളും നന്നായിട്ട് തന്നെ പാട്ടി ശുശ്രൂഷിക്കുന്നുണ്ട്. പിന്നെ പാട്ടിക്ക് ഇങ്ങനെ നല്ല വേദനയാണ്. ഞങ്ങളിവിടെ മാസത്തിൽ ഒരു തടവ് വരുമ്പോൾ നമ്മളോട് ഒത്തിരി ഹിസ്റ്ററിയും സന്തോഷവും സങ്കടവും എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയും. പിന്നെ താത്തയാണ് എല്ലാ സമയവും രാവിലെ ഫുഡ് കൊടുക്കും, ഉച്ചയ്ക്ക് അതായത് കൃത്യസമയത്ത് പാട്ടിക്ക് ഭക്ഷണങ്ങൾ എത്തിക്കുന്നുള്ളത് അതിലൊരു കുറവും വരുത്തിയിട്ടില്ല താത്ത. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. എപ്പോഴും പ്രാർത്ഥനയാണ്, എപ്പോഴും വേദനയാണ്, ശരീരം മുഴുവൻ വേദനയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ കിടന്ന് ശരീരത്തിന് പുറകുവശമൊക്കെ നല്ല മുറിവുണ്ട്. അതിൻ്റെ വേദന പാട്ടി ഓരോ ദിവസവും ഇങ്ങനെ സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടിയാണ് അല്ലേ പാട്ടി? എന്നിട്ട് ഇന്ന് നല്ല വേദനയുണ്ടോ? ഉണ്ണിരിക്കുന്നതുകൊണ്ട് നല്ല വേദനയാണ് അല്ലേ? ആ ശരി, ഞാൻ പിടിക്കുമ്പോഴും വേദനയല്ലേ? ആ താത്ത ഭക്ഷണമൊക്കെ പാട്ടി കഴിക്കുവോ? എല്ലാ നേരവും കൃത്യസമയം. രാവിലെ എന്നാ കഴിക്കുന്നേ? രാവിലെ ദോശ. അതാരും കൊടുക്കും? താത്ത കൊടുക്കും. എന്താ മരുമോളും കൊടുക്കും. മരുമോളെല്ലാം റെഡി പണി വെക്കും, താത്ത എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും. വാരി കൊടുക്കണോ അല്ല പാട്ടി തന്നെ ചാപ്പിടുമോ? എടുത്ത് ചാപ്പിടും. എളുമ്പി ഇരിക്കുമോ? കൊഞ്ചം ഇരുത്തണം. ഇരുത്തി കഴിയുമ്പോ എന്താ കൊഞ്ചം ഒന്ന് താങ്ങി കൊടുത്തു കഴിയുമ്പോ തന്നെ ചാപ്പിടും അല്ലേ? എന്താ ഈ ഡ്രസ്സിങ് ചെയ്യുന്നത് ആരാ താത്ത? ആണോ? എന്താ മരുന്നും എല്ലാം എങ്കിൽ ഇരിക്കുക അല്ലേ? അത് എല്ലാ നാളും പാടുമോ? 2 നേരം. ഒരു ദിവസം 2 നേരം എല്ലാം താത്ത തന്നെ പാക്കുന്നല്ലേ? താത്തക്ക് സന്തോഷമാണോ? മടുത്തോ? ഇല്ല, മടുത്തിട്ട് എന്നാ ചെയ്യാനാ അല്ലേ? പാട്ടി അല്ലാതെ ആര് പാക്കും? മക്കളൊക്കെ ആയിട്ട് സന്തോഷമല്ലേ? എല്ലാവരും ഇങ്ങ് വരും, പാക്കും, പാത്തിട്ട് ഏതാവത് കൊടുക്കും അല്ലേ? എനിവേ സന്തോഷം. പ്രത്യേകിച്ച് ഈശോയെ ഒരിക്കൽ കൂടി അമ്മച്ചിയെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വേദനകളെല്ലാം സമചിത്തതയോടെ സഹിക്കാൻ വേണ്ട കരുത്ത് നൽകി അനുഗ്രഹിക്കണമേ. കരുണ്യവാനായ കർത്താവേ, അങ്ങ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയും വിശുദ്ധ ഔസേപ്പ് പിതാവും എപ്പോഴും ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 10-24 വർഷമൊക്കെ ബെഡിൽ കിടക്കുന്ന ആൾക്കാരെ നമ്മൾ ശുശ്രൂഷിക്കുന്നുണ്ട്. 24-26 അതെന്നു വെച്ച് കഴിഞ്ഞാൽ മരത്തിൽ നിന്ന് വീണതും ആക്സിഡൻറ്റിലും ഒക്കെ സ്പൈനൽ കോഡിന് പ്രശ്നമായവർ എണീക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങളിവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അമിഗോ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ഒരു 24 പേര് ഇവിടെ വന്നായിരുന്നു. അവരെ നമ്മളൊരു ഗ്രൂപ്പാക്കി അവർക്ക് ഗവൺമെൻറ് 3 വീല് വണ്ടി കൊടുത്തിട്ടുണ്ട്. അതിലാണ് അവരിവിടെ വരുന്നത്. അവർ പറഞ്ഞു ഞങ്ങളെ ആരും കാണാതെ കിടക്കുമായിരുന്നു, നിങ്ങൾ വന്ന് ഞങ്ങളെ കണ്ടുപിടിച്ച് ഇങ്ങനെയുള്ള സെൻറ്ററിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. പ്രോഗ്രാം ഡാൻസ് പാട്ടുകളൊക്കെ ഞങ്ങളുടെ മനസ്സിന് നിങ്ങൾ സന്തോഷം തന്നു, ഞങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡ് തന്നു, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി സിസ്റ്ററെ എന്നൊക്കെ പറഞ്ഞു പോകുന്നു. ഇനി എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്? ഞങ്ങൾ വരും, ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾക്ക് അങ്ങനെയല്ലേ ഒന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് കൂടെ സംഘടിപ്പിച്ചു. ഒരു 75ഓളം പേര്, അതെല്ലാ തരത്തിലുള്ള രോഗികളുണ്ട്, 75ഓളം പേര് ഇവിടെ വന്ന് അവർ തന്നെ പ്രോഗ്രാമൊക്കെ ഇപ്പം ഞങ്ങൾ വീടുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവർ പാട്ടുരൂപേണ എഴുതി ഉണ്ടാക്കി അത് പാട്ടുപാടി സ്റ്റേജിൽ നിന്ന്, അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു.
അങ്ങനെ പിന്നെ അവരുടെ തന്നെ പാട്ട്, അവരുടെ തന്നെ ഡാൻസ്, അവർ തന്നെ പ്രോഗ്രാം എല്ലാം കണ്ടക്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ നടന്നത്. ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഞങ്ങളെ അന്വേഷിക്കണം, വരണം എന്നിവരെല്ലാ പ്രാവശ്യവും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതിലുപരി ഞങ്ങൾ മരുന്ന് കൊടുക്കുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും ഞങ്ങൾ പോകുമ്പം ഒരു പീസ് ബൈബിൾ വചനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളതിങ്ങനെ കുറേ എടുത്തു വച്ചിരിക്കുകയാണ്. അത് ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ മരുന്ന് കൊടുക്കുന്നത് കൂടെ തന്നെ ഈ വചനവും കൊടുക്കും, ഈ പേപ്പറിൽ എഴുതിയ വചനം. അപ്പം ഞങ്ങൾ പറയും, ഈ വചനം നിങ്ങളൊരു 1000 പ്രാവശ്യം അല്ലെങ്കിൽ 500 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്ന്. അപ്പം ഇതിനു വേണ്ടി തന്നെ അവർ മാറ്റിവെക്കും. സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് 500 പ്രാവശ്യം ഈ വചനം ചെല്ലണമെന്ന്. അപ്പോൾ ആ വചനം വായിക്കാൻ അറിയാവുന്നവരാണ് അത് വായിക്കും. അല്ലെങ്കിൽ മക്കൾ അവർക്ക് വായിച്ചു കൊടുത്തൊരു 500 പ്രാവശ്യമൊക്കെ അവർ വായിച്ച് ജപിക്കാറുണ്ട്. പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ നമ്മൾ കൊന്ത കൊടുക്കും. ആ കൊന്തയും ഈ വചനവും കൊടുത്ത് അവർ പ്രാർത്ഥിക്കാറുണ്ട്. എന്നിട്ട് പിറ്റേ മാസം ചെല്ലുമ്പോൾ അവർ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾ ഇത് പ്രാർത്ഥിച്ചു, സിസ്റ്റർ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇനി അടുത്ത വചനം തരണമെന്ന്. ഇങ്ങനെയൊക്കെയാണ് വചനം അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിലേറെ സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളുടെ ജോലികൾ ഒക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഏറെ സന്തോഷമായിട്ട് തന്നെ പോകുന്നു. നല്ല ദൈവം ഇനിയും വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു 19ഓളം രോഗികൾ മരണത്തിലേക്ക് പോയിട്ടുണ്ട്. കിടപ്പ് രോഗികൾ പാലിയേറ്റീവ് കെയർ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഇവർ മരിക്കാനായിട്ടുള്ള സമയമായി എന്ന്. അപ്പോൾ അടുക്കൽ പോയി അവരുടെ വീടുകളിൽ പോയി വിസിറ്റ് ചെയ്യാനും അവരെ ദൈവത്തിൻ്റെ കരുണയിലേക്കും സ്നേഹത്തിലേക്കും നയിക്കാനും കുമ്പസാരത്തിന് ഒരുക്കാനും അതുപോലെ തന്നെ നല്ല ശുശ്രൂഷ, അനോയിൻറ്റിങ് ഓഫ് ദ സിക്ക്, രോഗീലേപനം കൊടുക്കാനും ഒക്കെ ദൈവകൃപയാലെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന വൈദികരോട്, അവിടുത്തെ ഇടവകയിലുള്ള വികാരിച്ചമാരോട് പറയുവാനും അവരുടെ കൂടെ സപ്പോർട്ട് കാര്യത്തിൽ വളരെ എനിക്കുണ്ട്. എല്ലാ വൈദികരും നല്ല ഒരു സപ്പോർട്ടോടുകൂടിയാണ് ഞങ്ങളുടെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒത്തിരിയധികം സേവനങ്ങൾ, ശുശ്രൂഷകൾ ഞങ്ങൾക്ക് തന്നെ അവർ ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ രോഗികൾക്കും ഞങ്ങളുടെ സാന്നിധ്യം വലിയ ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും ഒരു എന്താ പറയുക, ഒരു സമാധാനവും ഒക്കെ ഞങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനന്തമായ കൃപയാലാണ് ഞങ്ങൾക്ക് ഈ മദർ തെരേസ പാലിയേറ്റീവ് കെയറിലെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നത്. ഈ അനുഗ്രഹത്തിനും കൃപയ്ക്കും പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്കും നല്ല സൗഖ്യം പ്രാർത്ഥിക്കുകയും ചെയ്യും. അണ്ണൻ്റെ പേര് സെൽവം. എത്ര വർഷമായി അണ്ണ ഇങ്ങനെയായിട്ട്? ഇങ്ങനായി 13 കൊല്ലം. 13 വർഷമായി. ഇത് എപ്പടിയായി ഇങ്ങനെ? മരം വെട്ട് വേലയായിരുന്നു. മരം വെട്ടിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് കൈ പറിച്ച് കിള വീണത് അല്ലേ? മക്കള് 2 മക്കൾ. അവര് പഠിക്കുന്നു. എന്നാ പഠിക്കുന്നത്? ഒരുത്തൻ 12th പഠിക്കുന്നു, ഒരുത്തൻ കോളേജിൽ. 12th കോളേജിലും അല്ലേ? വൈഫ് വീട്ടുവേല. പേരെന്നാ? അജിത. ഓക്കെ. ആ വീട്ടുവേല മാത്രമേ ഉള്ളൂ, പിള്ളേർക്ക് വേലയായിട്ടില്ല. അന്ത വേലയിൽ കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കഴിയുന്നത് അല്ലേ? ഇതിന്റെ വീട് ഇത് വാടകയ്ക്ക്. അത് വാടക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വാടക കൊടുക്കണോ? കൊടുക്കണം. സ്വന്തം വീടല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല? സ്ഥലം ഉണ്ടോ? ചികിത്സയ്ക്ക് വേണ്ടി അത് കടം വെച്ചിട്ട് പൈസ നിറയെ കടമുണ്ട്. மூச்சுவிட முடியாது இருந்தது. அப்படி ஏகப்பட்ட காசு பிரச்சனை. എന്തെങ്കിലും മരുന്നുണ്ടോ? இப்போ இவங்க வேலைக்கு போகிறதுல என்ன வச்சது, அந்த புண்ணுகெல்லாம் மருந்து வைக்க. அதுக்கு உங்களை மாதிரிப்பட்ட ஆட்கள் ஏதாவது ஒரு ஹெல்ப் பண்ணால் இந்த புண்ணுக்கும் சரி, ஒரு யார்பட்டுக்கும் சரி, ஏதாவது ஒரு மெடிசனுக்கு ஒரு காரியங்கள் செஞ்சால் கொஞ்சம் உதவியாக இருக்கும். எலும்பி இருக்க முடியாது. சாப்பிடுന്നത് நடக்க முடியாது. வாரி சாப்பிட்டு அவங்க വാരി തന്നു. സ്വയമായിട്ട് ചാപ്പിടാൻ മുടിയാതെ. കൈക്ക് നല്ല ബലമില്ല തോന്നല്ലേ? വലത് കൈ
രണ്ട് കൈയാണ്. രണ്ട് കൈക്കും രണ്ട് പറ്റത്തില്ല. കൈയും രണ്ട് കാലും. രണ്ട് കാലും. സ്പൈനൽ കാർഡ് അടി. സ്പൈനൽ കോഡിന്റെ പ്രശ്നം വന്നേ. ഇവിടെ ഒന്നും സെൻസേഷൻ ഇല്ലല്ലേ? ഞങ്ങളിപ്പം പുതിയതായിട്ടാണ് അണ്ണനെ കണ്ടേക്കുന്നത്. ഞങ്ങൾ മാസത്തിലാണ് ഒരു തവണ വരും. അപ്പൊ അണ്ണന് വേണ്ട മരുന്നുകളൊക്കെ ഞങ്ങൾക്ക് തരുന്നു. ഞങ്ങൾ വരുന്നതിനെ കുറിച്ച് അണ്ണന് സന്തോഷമായിട്ട്. வந்தது சந்தோஷம். வந்து நீங்கள் ஏதாவது ஹெல்ப் பண்ணுவீங்கன்னு சொல்லிட்டு எதிர்பார்க்கும். ஏன்னா இப்போ நாங்கள் எதிர்பார்க்கக்கூடிய நிலைமையில தான் இருக்கோம். கொடுத்து ஹெல்ப் பண்ணக்கூடிய நிலைமையில இல்லை. நீங்கள் தருவீங்கன்னு எதிர்பார்க்கக்கூடிய நிலைமையில தான் இப்போ எங்கள் சூழ்நிலை ஓடுது. பிள்ளைங்க நல்லான இதே போல் உள்ளவங்களுக்கு நாங்களும் ஹெல்ப் பண்ணுவோம். അതുപോലെ തന്നെ ഞങ്ങൾ ഈ പാലിയേറ്റീവ് കെയറുമായി അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഒരു സിമിത്തേരിയിൽ ആരും നോക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിമിത്തേരിയിൽ ചെടികൾക്കിടയിൽ ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാനില്ലാതെ ദേഹത്ത് പുണ്ണ് വന്ന് പുഴു പിടിച്ച് കിടന്നിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് കേൾക്കാനിടയായി. ഞങ്ങൾ സിമിത്തേരിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സിമിത്തേരിയിൽ ഒരു അനക്കം കണ്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു. ആ മനുഷ്യൻ്റെ ദേഹത്ത് നിറച്ചും പുഴുക്കൾ. ആ പുഴുക്കളെല്ലാം ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ശുചിയാക്കി എടുത്തതിന് ശേഷം അയാളെ ഞങ്ങൾ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ട് ആക്കി. ഇപ്പോഴും ആ മനുഷ്യൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി അവിടെ നന്ദിയുള്ള ഹൃദയത്തോടു കൂടി അവിടെ ആയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു അനുഭവമാണ്. ഒരു വീട്ടിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ക്യാൻസർ വന്ന് അതീവമായ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അവസ്ഥയിൽ ആ മനുഷ്യൻ ഒന്നും കഴിക്കാൻ വായിലകത്ത് കൊണ്ടുവന്നതിനാൽ ഒന്നും കഴിക്കാൻ സാധിക്കാതെ അധികം കഷ്ടപ്പെട്ടിരുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ വളരെ അസഹനീയമായ രീതിയിൽ അവിടെ നിറയെ അഴുക്കുകൾ നിറഞ്ഞു കിടന്ന അവസരത്തിൽ ഞങ്ങൾ അവിടെ ചെന്ന് ക്ലീൻ ചെയ്യുകയും അവിടെ ക്ലീൻ ചെയ്ത് ആ മനുഷ്യനെ എടുത്തപ്പോൾ അവർക്കുണ്ടായ ഒരു സന്തോഷം, അതിൽ നിന്നുണ്ടായ ആ മനുഷ്യൻ അപ്പോൾ തന്നെ ഒരു സന്തോഷമായി, ഒരു എനർജി വന്ന് ജീവൻ പ്രാപിച്ചതായ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. അതിനുശേഷം ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അയൽവക്കത്തുള്ള എല്ലാവരും വന്ന് വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ആരും ഇല്ലാത്ത മനുഷ്യനെ സഹായിച്ചതിന് ഒത്തിരി നന്ദി പറഞ്ഞു. അതുപോലെ ഒത്തിരി അനുഭവങ്ങളാണ് ഈ പാലിയേറ്റീവ് കെയറിലൂടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത്. ദൈവത്തിൻ്റെ സ്നേഹം മനോഹരമായി അനുഭവിക്കാൻ സാധിച്ച ഒരു വലിയ അവസരമായിരുന്നു ഇത്. ഈ പാലിയേറ്റീവ് കെയറിലൂടെ ഒരു 500-ലധികം കിടപ്പ് രോഗികളായ മക്കളെ ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കുവാനും കർത്താവിൻ്റെ കരസ്പർശനം അവർക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെ സാധിച്ചതിൽ അതീവമായ ചാരിതാർത്ഥ്യമുണ്ട്. ദൈവത്തിൻ്റെ സ്തുതി. എനിക്ക് തോന്നുന്നു ഒത്തിരി രൂപതകളിലുണ്ട്. ഇത് കുറച്ചും കൂടെ ഫലപ്രദമായിട്ട് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്ന ഞങ്ങളുടെയൊക്കെ ചിന്തകൾ. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇത് ആരംഭിക്കുമ്പോൾ നമുക്കും ഒത്തിരി ആശങ്കകളും ഉത്കണ്ഠകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്ന് തമിഴ്നാട്ടിൽ പോലും മറ്റു പല രൂപതകളും തക്കല രൂപതയിലേക്ക് കടന്നു വരികയും ഈ പ്രവർത്തനത്തെ പഠിക്കുകയും തുടർന്ന് അവരും ഈ ഒരു പ്രവർത്തന മേഖലയിൽ കടന്നു വന്നതും ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമായിട്ട് തന്നെ ഞങ്ങൾ കരുതുക. പ്രത്യേകിച്ച് കുഴുത്തറ രൂപതയിൽ, മാർത്താണ്ഡൻ രൂപതയിൽ, കോട്ടാർ രൂപതയിൽ, തൂത്തുക്കുടി രൂപതയിൽ ഒക്കെ പുതിയ യൂണിറ്റുകളൊക്കെ അവർ തുടങ്ങാൻ ഒരു പ്രചോദനമായതും കലരൂപതയാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒത്തിരി പേരിലേക്ക് ഇത് എത്തിച്ചേരാൻ ഇത് ഒരു കാരണമായിട്ട് മാറുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ മുഖത്തെ പങ്കുവച്ചു കൊടുക്കുന്ന വലിയൊരു ശുശ്രൂഷ മേഖലയായിട്ട് ഈ പാലിയേറ്റീവ് കെയർ കടന്നു പോകുന്നുണ്ട്. അതിന് കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം മദർ തെരേസയുടെ പേരാണ് ഞങ്ങൾ ഇതിന് കൊടുത്തിരിക്കുക, മദർ തെരേസ പാലിയേറ്റീവ് കെയർ. അശരണർക്കും ആലംബഹീനർക്കും അമ്മ തുണയായി നിന്നതുപോലെ, എല്ലാവരാലും പരിത്യക്തർക്ക് അമ്മ കൂടെയായി നിന്നതുപോലെ ഈ പാലിയേറ്റീവ് കെയർ പരിശുദ്ധ നമ്മുടെ മദർ തെരേസയുടെ പേരിലാണ് ഞങ്ങൾ ഇതറിയപ്പെടുക. അപ്പോൾ മദർ തെരേസയുടെ സാന്നിധ്യവും സംരക്ഷണവും കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. പരിശുദ്ധ അമ്മമാതാവും മധ്യസ്ഥം വഹിക്കുന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്, ആ വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ഈശോയുടെ സംരക്ഷണ കീഴിലേക്ക് ഈ പ്രവർത്തനങ്ങളിലേക്ക് തുടർന്നും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.